ഹായ് ഫ്രണ്ട്സ്, കേരളപ്പിറവി ആശംസകൾ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ സ്റ്റാറാണ്. അപ്പൊ ക്രിസ്മസിന് ക്രോഷ്യയും കൂടെ അല്ലാതെയുള്ള ബീഡ്സും കൊണ്ടുള്ള എന്തെങ്കിലും ഓർണമെന്റ്സ് ചെയ്യാമോ എന്ന് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റാർസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബീഡ്സ് ആണ്. വൈറ്റ് ബീഡ്സ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നൂൽക്കമ്പിയാണ്. ഇത്രയും കനം കുറഞ്ഞ്. ഇപ്പൊ ഈ ഗോൾഡൻ കളറ് ഇടയ്ക്ക് അതിന്റെ കളർ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സിൽവർ കളറാണ് എപ്പോഴും നല്ലത്. ഒരുപാട് കട്ടിയുള്ളത് വേണ്ട. ഇതുപോലെ പെട്ടെന്ന് വളരുന്ന അധികം തിക്കല്ലാത്ത തിന്നായിട്ടുള്ളതാണ് വേണ്ടത്. കാരണം നമുക്ക് ഇതെങ്ങനെ വളച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഈ രണ്ട് ഐറ്റംസ് മാത്രം മതിയുള്ളൂ. ഈ ബീഡ്സും ഈ ഒരു നൂൽക്കമ്പി ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. പിന്നെ ഒരു പ്ലെയറും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ടൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട്. ഇത് രണ്ടും മാത്രം മതി ശരിക്കും. ഇതിനകത്തോട്ട് നമുക്ക് 12 ബീഡ്സ് എടുത്തിട്ട് കോർത്ത് കൊടുക്കാം. ആദ്യം ഇതിൽ 12 ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ അറ്റം നമ്മളിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അത് ബീഡ്സ് താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് 12 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. എണ്ണം കൃത്യമായിരിക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം നമ്മൾ കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ 12 ബീഡ്സിൽ കൂടെ ഇതൊന്നുകൂടെ ചുറ്റിയെടുത്തിട്ട് സെക്യൂർ ആക്കണം. കോർത്തെടുത്തിട്ട് സെക്യൂർ ആക്കണം. നോക്കിയിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ തന്നെ കോർത്തെടുക്കുകയാണ്. വലിക്കുമ്പോൾ ഇത് വിട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണം. എത്ര വേണമെങ്കിൽ മടക്കി വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 12 ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. 12 ബീഡ്സ് ഇട്ടു. ഒന്നും കൂടെ അതിനകത്തൂടെ ഇത് ചുറ്റിയെടുത്തുകൊണ്ട് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം കൂടെ ഇതിനകത്തോട്ട് എടുക്കുവാണേ. ഇതിങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. ഇത് മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ചെയ്യുമ്പോൾ. ഈ കമ്പി ഇങ്ങനെ പിരിഞ്ഞു പോകരുത്. അത് കൈ കൊണ്ട് തന്നെ നേരെ വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പൊ ഞാൻ ഒന്നിനകത്തൂടെയാണ് ഇത് കോർത്തെടുത്തത്. ഇനി ഇതിന്റെ മുകളിൽ കൂടിയാണ് എടുക്കേണ്ടത്. ആ സമയത്ത് 2 ബീഡ്സ് കോർത്ത് കൊടുക്കണം. 2 ബീഡ്സ് കോർത്തിട്ട് ഓരോ ബീഡ്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കോർക്കുന്നത്. അപ്പം ആ ഓരോ ബീഡ്സിന്റെ മേളിൽ കൂടെ ഇങ്ങനെ 2 ബീഡ്സ് വരണം. ഇത് സ്കിപ്പ് ചെയ്തു ഇതിനകത്ത് കോർക്കണം. കോർക്കുമ്പോൾ മേളിൽ 2 ബീഡ്സ് എക്സ്ട്രാ വേണം. ഇങ്ങനെ പിടിച്ചു കൊടുക്കുവാണെങ്കിൽ, എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുവാണെങ്കിൽ താഴെ ഇതാവില്ല. അപ്പോൾ ഈ കമ്പി കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടെ പ്ലെയർ വെച്ച് വലിച്ചിട്ട് അത് നല്ല സെക്യൂർ ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മേളിൽ 2 ബീഡ്സ് വന്നു. ഇതിനകത്തൂടെ കോർത്ത് വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ട് ഇതിലേക്കാണ് കോർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിലും 2 ബീഡ്സ് വരണം. അങ്ങനെ ഓരോ ബീഡ്സ് സ്കിപ്പ് ചെയ്യുന്ന ബീഡിൻ്റെ മുകളിൽ 2 ബീഡ്സ് വരണം. അപ്പോൾ 2 ബീഡ്സിൻ്റെ മുകളിൽ വരും. ഇതിനകത്തൂടെ നമ്മൾ കോർത്തെടുക്കും. ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ സൈഡിലേക്ക് നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഇതിങ്ങനെയുള്ള കമ്പി തിരിച്ചിങ്ങനെ വെച്ച് കൊടുത്തില്ലെങ്കിലാണ് അത് ചുറ്റി പോകുന്നത്. അറ്റം വരുമ്പോൾ നമുക്ക് പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ല ടൈറ്റ് ആയിട്ടിരുന്നോളും. ഇനി ഇത് സ്കിപ്പ് ചെയ്തിട്ട് 2 ബീഡ്സ് കൊടുക്കുക. ഇത് സ്കിപ്പ് ചെയ്യുക. ഇതിനകത്തോടെ എടുക്കുക. 2 ബീഡ്സ് കൊടുക്കുക. ഇത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ നമുക്കൊന്ന് ചുറ്റി എടുത്ത് വരാം. നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 12 ബീഡ്സിന്റെ ഒന്ന് സ്കിപ്പായി. അടുത്തതിന്റെ മുകളിൽ 2 എണ്ണം. അടുത്തത് സ്കിപ്പായി. അടുത്ത ബീഡ്സിന്റെ ഈ ബീഡിന്റെ മുകളിൽ 2 ബീഡ്സ്. അടുത്ത സ്കിപ്പായി. ഇതിന്റെ മുകളിൽ 2 ബീഡ്സ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും അറ്റത്തേതില്ല, ഈ അതിന്റെ മുമ്പിലുള്ള 2 ബീഡ്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ബീഡ്സിന്റെ മുകളിൽ കൂടെ 2 ബീഡ്സ് വന്നിട്ടുണ്ട്. സ്കിപ്പ് ചെയ്തു, 2 ബീഡ്സ് സ്കിപ്പ് ചെയ്തു, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അവസാനത്തേതിനകത്തൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഏറ്റവും ആദ്യത്തെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല, ആ ഏറ്റവും ആദ്യത്തിനകത്തൂടെ കയറ്റിയെടുക്കുക. ഈ അറ്റമൊക്കെ വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഇതാവുമ്പോഴത്തേക്കും ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിങ്ങനെ
നമുക്കിനി ഇത് ഇതിനകത്തൂടെ കയറ്റി നമ്മളിനി ചെയ്യുന്നത് ഈ ലാസ്റ്റത്തേതാണ് ഇത്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് മേളിൽ ഇത് വരണം. അപ്പം ഈ രണ്ടെണ്ണത്തിന് മേളിൽ ഒരു ബീഡ് വരണം. കണ്ടോ, ഇതിങ്ങനെ വരണം. ഇനി ഇത് നമുക്ക് ഈ ബീഡ്സിൻ്റെ അകത്തൂടെ കയറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ബീഡിനകത്തൂടെ വന്ന് മുകളിലത്തെ ബീഡ് കോർത്തെടുക്കാം. ഇതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന്, ഈ നൂല് ചുറ്റിപ്പോകരുത്. ചുറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പിന്നെ നന്നായിട്ട് ടൈറ്റും ചെയ്യണം. പിന്നെ ഈ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഏതൊക്കെ ബീഡ്സിൽ കൂടിയാണ് ഇത് കോർത്ത് കൊണ്ടുവരേണ്ടതെന്ന്. കാരണം ഇത് നമ്മൾ ഒരു ബീഡിനകത്തൂടെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്തുള്ള ബീഡ്സ് കൂടെ താഴെ വന്നാലേ ഉള്ളൂ അടുത്ത പെറ്റലിലുള്ള ബീഡ്സിൻ്റെ താഴത്തെ ബീഡിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് 2 ബീഡ് മുകളിലേക്ക് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലെ ബീഡ് കോർത്തെടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഇപ്പം നമ്മൾ അടുത്ത പെറ്റലിലെ ബീഡ്സിൻ്റെ താഴത്തെ ബീഡിലാണുള്ളത്. അപ്പം ഈ ഒരു ബീഡിൽ കൂടെ കോർത്താൽ മാത്രമേ ഉള്ളൂ മുകളിലത്തെ ബീഡിൽ കോർക്കാൻ പറ്റുള്ളൂ. മുകളിലത്തെ ബീഡിലും കൂടെ കോർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബീഡ് കോർക്കാനുള്ള ആ ഒരു പോയിൻ്റ് വരും. അത് കോർത്ത് കഴിയുമ്പോഴത്തേക്കും താഴേക്കത്തെ ബീഡിലേക്ക് പോയി കഴിഞ്ഞാലേ ഉള്ളൂ അത് അനങ്ങാതെ സെക്യൂർ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നതാ, ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാ ലെയറും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലുള്ളത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കാം. ഇതെല്ലാം കൈ കൊണ്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി ഏറ്റവും മുകളിലുള്ള കമ്പി നമുക്കൊന്ന് ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ത്രെഡ് എടുത്തിട്ട് ഹാങ്ങിങ് ആയിട്ട് കൊടുത്താലും മതി. ഇപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. കുട്ടികളുടെ കയ്യിൽ കൊണ്ടു കയറരുത്. അത് നന്നായിട്ട് ആ ഒരു നൂൽക്കമ്പിയുടെ അറ്റം സെക്യൂർ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്റ്റാർ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇത് നമ്മൾക്ക് വൈറ്റിലല്ല എല്ലാ കളേഴ്സിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള ബീഡ്സ് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ബീഡാണ്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള സ്റ്റാറുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റാർസ് റെഡിയാണ്. അത് നമുക്ക് ഹാങ് ചെയ്തിടാം. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാം. അതുപോലെ നമുക്ക് പല ഡോറിലും അങ്ങനെയെല്ലാം ആയിട്ട് നമുക്ക് ഓർണമെന്റ്സ് ആയിട്ടും നമുക്ക് ഇയറിംഗ്സ് ആയിട്ടും പോക്കറ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്.